Hi everyone, welcome back to Kavita's Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പൂരി മസാലയുടെ കൂടെ കിട്ടുന്ന ആ മസാലയാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങെടുത്ത് അതിനെ ഇതുപോലെ മുറിച്ച് ഒന്നുകിൽ കുക്കറിലിട്ടിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു പാത്രത്തിലിട്ടിട്ടോ മൂടുന്ന വരെ വെള്ളം വെച്ചിട്ട് അതിനെ സോഫ്റ്റ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിനെ ഡൈസ് ചെയ്ത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പം 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇത് രണ്ടും ഇട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റൊന്ന് ബ്രൗൺ ആവുന്നവരെ. അതിന് ശേഷം ഒരു ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്തതും 2 പച്ചമുളകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് ഉള്ളി സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ റെസിപ്പിയിൽ നമ്മൾ മുളക് പൊടി ഇടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം ഒന്നുകൂടി കൂട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ആവണം. ആ എണ്ണയിൽ 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് ഡൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് അത് സ്ലോ ആയിട്ടൊന്ന് കുക്ക് ചെയ്യണം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് നമ്മുടെ പൂരി മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.